ഹലോ കൂട്ടുകാരെ, ഇവർ വിവാഹിതര എന്ന സീരിയലിൻ്റെ ഒരു ഒന്നൊന്നര എപ്പിസോഡാണ് വരാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, ഭൂമി അജയ് വിവാഹം. കഥയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. അങ്ങനെ ഭൂമി അമ്മയെ കാണാൻ ജയിലിലോട്ട് പോവുകയാണ്. ജയിലിലോട്ട് പോയിട്ട് ഇങ്ങനെ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങളും പിന്നെ വിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭൂമി പോകുന്നത്. അപ്പോൾ അംബികയാണെന്നുവെച്ചെങ്കിൽ മാനസികമായി ആകെ തകർന്നിരിക്കുന്നു. അച്യുതൻ്റെ നഷ്ടം മാത്രമല്ല, കാരണം ഭൂമി ഇത്രയും ശ്രമിച്ചിട്ടും അവൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അംബികയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവളെ ഇനിയും ഇങ്ങനെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അവളുടെ ഭാവിയും കൂടി തകരും എന്നുള്ളൊരു ഭയത്തിലാണ് അംബിക. അങ്ങനെ ഭൂമിയോട് ഒരു കാര്യം പറയാൻ പോണ്. മോളെ, ഞാൻ നിന്നോട് കുറച്ച് കാലമായി ഒരു കാര്യം ഞാനും നിൻ്റെ അച്ഛനും പറയണമെന്ന് വിചാരിക്കുന്നു. ഇനിയും അത് നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നിൻ്റെ ഭാവിക്ക് ദോഷമാണ്. അതുകൊണ്ട് ഞാൻ നിന്നോട് ഒരു കാര്യം പറയാൻ പോവാണ്. നീ അത് നല്ല മനസ്സോടു കൂടി അത് കേട്ടിട്ട് അതിനെ തീരുമാനം നീ എടുക്കണം. അപ്പോൾ ആ ഭൂമി ചോദിക്കും, എന്താ കാര്യം എന്ന് വെച്ചാൽ പറയുന്നത്. അത് മോളെ, ഞാനും നിൻ്റെ അച്ഛനും ഒരു വലിയ രഹസ്യം നിന്നിൽ നിന്ന് ഒളിപ്പിച്ച് വെച്ചിരുന്നു. അത് പറയുകയാണ് ഞാൻ. മറ്റൊന്നുമല്ല, നീ എൻ്റെയും അച്യുതേട്ടൻ്റെയും മകളല്ല. നിൻ്റെ യഥാർത്ഥ അച്ഛനും അമ്മയും വേറെ ആരാണ്. അവരെ നീ കണ്ടുപിടിച്ചിട്ട് നീ അവരിലേക്ക് പൊക്കോളൂ, അല്ലെങ്കിൽ നിൻ്റെ ജീവിതം നാശമായി പോകും മോളെ എന്ന്. അപ്പോൾ ഭൂമി ചോദിക്കും, അമ്മ എന്താ പറയുന്നത്? ഞാൻ അമ്മയുടെ അച്ഛൻ്റെയും മകളല്ലെന്നോ? അമ്മ തമാശ പറയുകയാണോ, കളി പറയുകയാണോ എന്നൊക്കെ ഭൂമി കരഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. അംബിക പറയും, അല്ല മോളെ, ഞാൻ പറഞ്ഞത് കാര്യം തന്നെയാണ്. എനിക്കിനി ഇത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ രഹസ്യം നിന്നോട് പറയണമെന്ന് അച്യുതേട്ടനും വിചാരിച്ചിരുന്നു. അപ്പോഴല്ലേ അച്യുതേട്ടൻ്റെ മരണമൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് അംബിക കരയുകയാണ്. അപ്പം ഭൂമി നന്നായി കരയുന്നുണ്ട്. അമ്മ എന്നോട് കള്ളം പറയല്ലേ? ഞാൻ എന്നെക്കൊണ്ട് അമ്മയെ ഇറക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണോ അമ്മ എന്നോട് ഈ കള്ളം പറയുന്നത് എന്നൊക്കെ ചോദിച്ച് ഭൂമി ഇങ്ങനെ ചോദിക്കുകയാണ്. അല്ല മോളെ, ഞാൻ ഇത് സത്യമാണെന്ന് പറഞ്ഞിട്ട് അംബിക കരഞ്ഞിട്ട് അങ്ങോട്ട് ഓടിപ്പോവാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഭൂമി ആകെ തകരും. ഭൂമി ആകെ ജയിലിൽ ഇരുന്നിട്ട് തന്നെ കരയാൻ തുടങ്ങും. പിന്നെ ആകെ ഒരു മാനസിക നില തെറ്റിയ പോലെയാണ് അവൾ വീട്ടിലോട്ട് നടന്നു പോകുന്നത്. അപ്പോൾ റോഡിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ ശരിക്കും ഒരു എന്താ പറയുക, ഒരു മാനസിക രോഗി നടന്നു പോകുന്നത് പോലെയാണ് അവൾ പോകുന്നത്. എന്നിട്ട് അവൾ എവിടേക്കോ പോയിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുവിധം സന്ധ്യയാകുമ്പോൾ അവൾ വീട്ടിലോട്ട് വരും. അങ്ങനെ വീട്ടിൽ അവൾ അല്ലെങ്കിൽ തനിച്ചാണ്. പക്ഷേ ഇപ്പോൾ അവളുടെ മാനസികാവസ്ഥ അത്രയും മോശമാണ്. അങ്ങനെ അവൾ വളരെയധികം കരഞ്ഞിട്ടാണ് ആ വീടിൻ്റെ ഉള്ളിലോട്ട് ഇരിക്കുന്നത്. അപ്പോൾ അവളുടെ ധാരണയിൽ എന്താണെന്ന് വെച്ചാൽ, അമ്മയെ ഇറക്കാൻ പറ്റുന്നില്ല, അമ്മയെ രക്ഷിക്കാൻ പറ്റുന്നില്ലല്ലോ, അപ്പോൾ ഞാനെങ്ങനെ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അമ്മ ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് ഭൂമിയുടെ വിചാരം. അപ്പോൾ ഇതേ സമയം നമ്മുടെ ആൽഫ്രഡ് അജയിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അതായത് അജയ് വിവാഹം കഴിക്കുകയാണെച്ചെങ്കിൽ ഭൂമിയുടെ അമ്മയുടെ കേസിൻ്റെ എല്ലാ ചിലവുകളും അജയ് എടുക്കുമെന്നാണ് ഭൂമി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭൂമി അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുകയാണ്. അങ്ങനെ ഇതേ സമയം നമ്മുടെ സൗഭാഗ്യപുരം വീട്ടിൽ അഞ്ജനയും ഭവാനിയും ആഘോഷിക്കുകയാണ്. നല്ലൊരു കുപ്പിയൊക്കെ പൊട്ടിച്ചിട്ട് ഒരു 2 ഗ്ലാസ്സിലും ഒഴിച്ചിട്ട് അവർ കുടിച്ച് ആഘോഷിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഇവരുടെ കല്യാണം, അതായത് അഞ്ജനയുടെ കല്യാണം. ഇനി ഭവാനിയാണ് വീട് ഭരിക്കേണ്ട റാണി. അപ്പോൾ അത്രയും സന്തോഷത്തിലാണ് ഭവാനി പറയുന്നുണ്ട്, ഇനി ഈ വീട്ടിലെ കാറ്റ് ഏത് ദിശയിൽ വീശണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. നിങ്ങളുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, അജയിനെ നമുക്ക് ഒരു കുറ്റിയിൽ കെട്ടിയിട്ടിട്ട് നമുക്ക് അവനെ ഒരു പാവ പോലെ ആക്കാം എന്നൊക്കെ ഭവാനി ഓരോ മനക്കോട്ടകളൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ അമ്മയും മോളും കള്ളൊക്കെ കുടിക്കണം. അങ്ങനെ നമ്മുടെ ഭൂമി ഇതേ സമയം ഓരോന്ന് ആലോചിക്കണം, എന്താണ് ഇപ്പോൾ ഒരു വഴി, അമ്മയെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം, എന്താണ് എന്നൊക്കെ ആലോചിച്ചപ്പോഴാണ് ഭൂമിക്ക് നമ്മുടെ അജയിൻ്റെ ഈ ഒരു പ്രപ്പോസലിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഭൂമി ആൽഫ്രഡിനെ വിളിച്ചിട്ട് പറയാണ്, ആൽഫ്രഡ് എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ, അജയ് സാറിൻ്റെ വിവാഹാലോചന, ഞാനതിന് തയ്യാറാണ്. എൻ്റെ അമ്മയെ എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റുള്ളൂ എന്ന് പറയണം. അപ്പോൾ ആൽഫ്രഡ് പറയും, നീ നല്ലൊരു തീരുമാനമാണ് ഭൂമി എടുത്തത്. നിനക്കും നല്ലൊരു സേഫായിട്ടുള്ള തീരുമാനമാണ്. കാരണം നിനക്കത് നിൻ്റെ അമ്മയെ എങ്ങനെയെങ്കിലും രക്ഷിക്കാം. വളരെ നല്ല തീരുമാനം എന്ന് പറഞ്ഞാൽ ആൽഫ്രഡ് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആൽഫ്രഡ് വേഗം അജയനെ വിളിച്ചിട്ട് പറയും, അജയ് ഭൂമി സമ്മതിച്ചിട്ടുണ്ട്, നമുക്കിനി അതിൻ്റെ കാര്യങ്ങളിലോട്ട് നീക്കാം. അപ്പോൾ പിന്നെ അജയന് ഓക്കെ ആണല്ലോ. അപ്പോൾ അജയ് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അജയ് ഓൾറെഡി അജയൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അഞ്ജനയെ ഒരിക്കലും വിവാഹം കഴിക്കാൻ പറ്റില്ല, അവളെ എനിക്കൊരു ഭാര്യയായിട്ട് ഒരിക്കലും കാണാൻ പറ്റില്ല, അതുകൊണ്ട് എന്നെ ഇതിന്ന് ഒഴിവാക്കണമെന്ന് കുറേ തവണ അവളോട് പറഞ്ഞിട്ടുണ്ട്, സ്വന്തം അമ്മയുടെ അടുത്ത്. അപ്പം അമ്മയ്ക്കൊരു കുറ്റബോധമുണ്ട്, മോന് ഇഷ്ടമില്ലാത്തൊരു കല്യാണമാണല്ലോ ഈശ്വരൻ ഞാൻ ഇവൻ്റെ മേൽ കെട്ടിവെക്കുന്നത് എന്നുള്ളൊരു ദുഃഖത്തിലാണ് അജയൻ്റെ അമ്മ. പക്ഷേ അജയൻ്റെ അച്ഛനാണെച്ചെങ്കിലോ മാധവനാണെച്ചെങ്കിലോ നമ്മുടെ കുടുംബത്തിനും ഐക്യത്തിനും ഈ ഒരു വിവാഹം അനിവാര്യമാണ്,
ഇല്ലെങ്കിൽ ഭവാനിയുടെയും മകളുടെ അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വിവാഹം നടത്താം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് മാധവൻ നിൽക്കുന്നത്. അപ്പോൾ അജയ് പറയണേ, എനിക്കൊരിക്കലും അഞ്ജനെ വിവാഹം കഴിക്കാൻ പറ്റില്ല, അവളെ എനിക്കൊരു ഭാര്യയുടെ സ്ഥാനത്ത് കാണാൻ തന്നെ പറ്റില്ല. മുത്തശ്ശി എന്നോട് ഇത്രയെങ്കിലും സ്നേഹമുണ്ട് വെച്ചെങ്കിൽ എങ്ങനെയെങ്കിലും ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞിട്ട് അജയ് ആ മോതിരം ഊരിയിട്ട്, അതായത് വിവാഹമോതിരം, എൻഗേജ്മെൻറ്റിൻ്റെ മോതിരം ഊരിയിട്ട് അവിടെ വെക്കുകയാണ്. അപ്പോൾ അഞ്ജന ഇത് കേട്ടിട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. കാരണം അഞ്ജനയ്ക്ക് ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. ഈശ്വര, മനക്കോട്ട കെട്ടിയ ഇതെല്ലാം തവിട് പൊടി പോലെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുകയാണ്. അപ്പോൾ അഞ്ജന പറയാം, അഞ്ജയ് നീ എന്താണ് ഈ പറയുന്നത്, എന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിച്ച് അഞ്ജന ചൂടാവുന്നുണ്ട്. ഭവാനിക്കും ഒക്കെ വളരെ ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാധവൻ പറയും, നീ എന്താണ് ഈ പറയുന്നത്, ഒരു എൻഗേജ്മെൻറ്റ് നടത്തിയിട്ട് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നീ ഇപ്പോൾ അവസാന നിമിഷത്തിൽ വാക്ക് മാറ്റുന്നോ എന്ന് പറഞ്ഞ് മാധവൻ അജയൻ്റെ കോളറിനൊക്കെ പിടിച്ചിട്ട് അജയനെ അടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി വന്നിട്ട് തടഞ്ഞിട്ടാണ് അത് നിർത്തുന്നത്. അപ്പോൾ അജയ് പറയും, നിങ്ങൾ ആരും എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എനിക്കൊരിക്കലും അഞ്ജനെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അജയ് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയാണ്. അങ്ങനെ അതോടുകൂടി അജയിൻ്റെ ഈ ഒരു പ്രഖ്യാപനത്തോടു കൂടി സൗഭാഗ്യപുരം വീട് ആകെ തകർന്നു കഴിഞ്ഞു. കാരണം ഇനി എന്താ ഉണ്ടാവേണ്ടതെന്ന് ആർക്കും അറിയില്ല. കാരണം എന്ത് ചെയ്യണം എന്നൊന്നും ഒന്നൊരു പിടുത്തമില്ല. അപ്പോൾ ഇതേ സമയം നമ്മുടെ ഭൂമിയും അജയും വിവാഹത്തിൻ്റെ ഡീലിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ ഇതൊരു കോൺട്രാക്ട് മാരേജ് ആണെന്നും ഭാര്യ ഭർത്തൃബന്ധം ഒന്നും യാതൊരു തരത്തിലും ഉണ്ടാവില്ലെന്നും പിന്നെ രണ്ടുപേരുടെയും പേഴ്സണൽ വ്യക്തിപരമായ കാര്യങ്ങളിൽ നിന്നും ആരും ഇടപെടില്ലെന്നൊക്കെ അവരൊരു കരാറുണ്ടാക്കും. പിന്നെ ഭൂമിയുടെ പാരിതോഷികമായിട്ട് ഭൂമിയുടെ അമ്മയുടെ കേസിൻ്റെ ചിലവ് അജയ് ഏറ്റെടുക്കുമെന്നാണ് അജയ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനൊക്കെ തയ്യാറാണ് വെച്ചെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ നമുക്ക് ഒപ്പിടാം എന്ന് ഭൂമിയോട് അജയ് പറയുകയാണ്. അപ്പോൾ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിക്കൊരു കുറ്റബോധമുണ്ട്. ഇങ്ങനെ ഒരു വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇത് ചെയ്യുന്നതിലും അവൾക്കൊരിത്തിരി അതൃപ്തിയുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, അവളുടെ ഗതികേട് കൊണ്ട് അവൾ ഇതിന് തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ഭൂമി കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് അജയന് വാക്ക് കൊടുക്കുന്നത്. അങ്ങനെ രണ്ടുപേരും പരസ്പരം കൈ പിടിച്ചിട്ട് വാക്ക് കൊടുക്കുകയാണ് വിവാഹത്തിന് തയ്യാറാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതിനെല്ലാം സാക്ഷിയായിട്ട് നമ്മുടെ അജയൻ്റെ ഒറ്റ സുഹൃത്ത് ആൽഫ്രഡുമുണ്ട്. അങ്ങനെ ഇവർ വാക്ക് കൊടുത്ത് ഉറപ്പിക്കുകയാണ്. ഇനി നമ്മുടെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ കാരണം സൗഭാഗ്യപുരത്ത് നിന്ന് സൗഭാഗ്യമ്മ അവരോടെല്ലാവരും പിണങ്ങി ഇറങ്ങി പോവുകയാണ്. സൗഭാഗ്യമ്മ ഒരു സാരിയൊക്കെ മാറ്റി ഒരു സാധാരണ സാരിയൊക്കെ കൊടുത്തിട്ട് ഒരു കാശി രാമേശ്വരത്തേക്ക് തീർത്ഥാടനത്തിന് പോണ പോലെ സർവ്വം ത്യജിച്ചിട്ട് സർവ്വം ഉപേക്ഷിച്ചിട്ട് പോകാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സൗഭാഗ്യമ്മ അതിനൊന്നും തയ്യാറാവുന്നില്ല. ഞാൻ ഇവിടുന്ന് പോകും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് സൗഭാഗ്യമ്മ നിൽക്കുന്നത്. ഇത്രയൊക്കെയാണ് അടുത്ത ആഴ്ചത്തെ മെയിൻ എപ്പിസോഡ് സീൻസ്.